അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. കാരണം ഈ കുട്ടികൾ നമ്മളെ കണ്ടത് പഠിക്കുമ്പോൾ അവർ ഈ കാര്യങ്ങൾ പോയിട്ട് സ്കൂളിലോ അവിടെ ഫ്രണ്ട്സായിട്ടോ വീട്ടിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ബോഡി ഷെയിം ചെയ്യാണ്ടിരിക്കുക, മറ്റുള്ളവരെ കാര്യങ്ങൾ ഇടപെടാണ്ടിരിക്കുക, സെക്ഷലൈസ് ചെയ്യാണ്ടിരിക്കുക. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെ വിമർശിക്കുന്നതുകൊണ്ടും പല അങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അവർക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ടും ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കുട്ടികളാവുമ്പോൾ അവരോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മളായിട്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഈ ഫീൽഡിന്റെ ഭാവി ഒരു ശാശ്വതമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് എന്നും ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല ആളുകളും ഇപ്പോൾ 1-2 വീഡിയോ വൈറലായി കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പോലെ പെട്ടെന്ന് സ്റ്റാറ്റസ് മാറിപ്പോകും. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ടിക്ടോക്ക് ബാനായി. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒരു ദിവസം കൊണ്ട് ബാനായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ അവർ നമ്മുടെ ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടാണ് അവർ കൊളാപ്സും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്, അവർ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ കിട്ടുന്ന അത്ര റവന്യൂ സേവ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരുപാട് മൊമെൻറ്റ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഞാൻ ട്രിപ്പ് പോയ കാര്യങ്ങൾ, ഫ്രണ്ട്സുമായിട്ട് കൂടിയ കാര്യങ്ങളുണ്ട്. ഈ ബുക്കിൽ ഫസ്റ്റ് ടൈം ഓട്ടോഗ്രാഫ് വാങ്ങിച്ച സെലിബ്രിറ്റി കാർത്തിയാണ്. ഞാൻ കാർത്തിയുടെ വലിയൊരു ഫാനാണ്. ഇത് ഭാവന ചേച്ചിയുടെ പേജ്. ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി. ചേച്ചിയുടെ എല്ലാ ക്യാരക്ടർ നെയിംസും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ ഡയലോഗ് എന്താ പരിമളം സുഖമില്ലേ എന്നുള്ള നമ്മളുടെ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പേജ് മഞ്ജു ചേച്ചിയുടെ ഓട്ടോഗ്രാഫാണിത്. ഇത് കണ്ടോ? ഇത് എഡിറ്റ് ചെയ്തതൊന്നല്ല കേട്ടോ, ഒറിജിനലാണ്. എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നു, ലോങ് ഹെയർ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പച്ച പിടിക്കാത്തതുകൊണ്ട് ഞാൻ അതിന് പച്ച പെയിൻ്റ് അടിച്ച്, എന്നിട്ട് അത് മുടി കൊഴിച്ചിൽ വന്നിട്ട് എനിക്ക് ആ മുടി മുറിച്ച് കളയേണ്ടി വന്നു. പക്ഷെ ഞാൻ ആ സാധനം എടുത്തു വെച്ചിട്ടുണ്ട് ഓർമ്മക്കായി. ഇതാണ് എൻ്റെ പച്ചമുടി. ഇതെൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇത് ഒരുപാട് പേജിലൊക്കെ വന്നൊരു വീഡിയോ ആണ്. നമ്മളെ കോളേജിൽ നിന്ന് എടുത്തതാണ്. അതിലെല്ലാവരും പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ഊട്ടി പോയിട്ടുള്ള ഒരു അനുഭവമാണ്. ഫ്രണ്ട്സായിട്ട് പോയിട്ടുള്ള വൺ ഓഫ് മൈ മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു അത്. ഞങ്ങൾ ആദ്യമായിട്ട് പോർക്ക് കഴിച്ചതൊക്കെ ഇവിടെ നിന്നാണ്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോണ്ടി പോയി. അതും ഭയങ്കര രസമുള്ള ട്രിപ്പായിരുന്നു. ഞങ്ങളൊരു റീലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പിന്നും മറയത്തൊളി കണ്ണും കളിയൂ ഞാനാടുന്നേ ഇടനാടിയില മതിയാവിൽ ഒരു നാളിലും ഈ നല്ലൊരു നേരം ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു പെൺകുട്ടിയെ കാണാൻ പറ്റും. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നിൻ്റെ സിസ്റ്ററാണോ? എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ സ്വന്തം അസമോള്. ഞങ്ങളെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവള് 3rd ഇയറാണ്, എൻ്റെ സീനിയറാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ തമ്മിൽ ജൂനിയർ സീനിയർ അകൽച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്തോ ഇവിടെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. എല്ലാവരോടും ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര ടോക്കറ്റീവാണ്, പൊട്ടിത്തെറിച്ചും കൊണ്ട് നടക്കുന്ന ഒരു, കോളേജിൽ മൊത്തം ബഹളം ഉണ്ടാക്കി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇവിടെ. അപ്പോൾ എന്തോ എനിക്ക് ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി, തമ്മിൽ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തൊരു വീഡിയോ അവളെ എന്നെ കളിയാക്കുന്നൊരു ട്രോൾ ചെയ്തൊരു വീഡിയോ ആണ്. പിന്നീട് അങ്ങനെ ഓരോ സോങ്സ് റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മെയിൻ നായികയായി മാറി അസമോൾ. നമ്മളൊക്കെ പറയാറില്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഭയങ്കര കളറായനെ. എൻ്റെ ലൈഫിലുള്ള ഒരു ആത്മാർത്ഥ സുഹൃത്താണ് ഈ അസമോൾ. എൻ്റെ ഉമ്മാക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് വരാറുണ്ട്, ഞാൻ അവളുടെ വീട്ടിൽ പോകാറുണ്ട്. അങ്ങനെ അത്രയും ക്ലോസാണ്.
ഷീസ് മൈ ബെസ്റ്റ് ബഡി. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്, ഓ നാട്ടുമൂളും മൈന പെണ്ണാണ്. ഇതാണ് എൻ്റെ എല്ലാമായ പുന്നാര മക്കള്. ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ചായിരുന്നു, ട്യൂഷനിൽ ഒരുമിച്ചായിരുന്നു, എല്ലാ കോപ്പറായങ്ങൾക്കും ഒരുമിച്ചാണ്. ഇനി എന്നെ കുറിച്ച് പൊക്കി പറയൂ. ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ചളി പറയുന്ന ഒരാള്, അതായത് മഴ പെയ്താലും കൂടെ ചളി ഉണ്ടാവില്ല, അത്രയും ചളി പറയുന്ന ഒരാൾ. ചളി പറയലല്ല, വാര്യം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് ഇവനെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര തൊലിക്കട്ടിയാണ്. ഏത് സിറ്റുവേഷനിലും എന്ത് കാര്യം കൊടുത്താലും ആള് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ പെരിന്തൽമണ്ണ പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഒരുപാട് പേര്, ഒരു 500ഓളം ആളുകൾ ഡെയിലി ബസ് കയറാൻ വരുന്ന ബസ് സ്റ്റാൻഡ്. അവിടെ ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീവേഷം കെട്ടി സാരി എടുത്ത് ആള് റോട്ടിൽ കൂടെ ഇറങ്ങി നടന്നിട്ടുണ്ട്. ഒരുപാട് പേര് ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കൂടി എന്താ സംഭവം എന്ന് അറിയാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവന് കൂളായിട്ട് അവിടെ ആ സിറ്റുവേഷൻ ഒന്നും ഒരു സീനും അന്നൊരാളിന്റെ ട്യൂൺ ചെയ്തടാ, ഒന്ന് ട്യൂൺ ചെയ്ത് അയാളെന്റെ വയറ്, ഞാനിങ്ങനെ വയറ് കാണിച്ച് നിൽക്കിയിരുന്നു വയറിലാകാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാൾ എന്നെ വയറുമ്പോ നോക്കി ട്യൂൺ ചെയ്തു. അതുപോലെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് റോട്ടിലൂടെ ഷർട്ട് ഇടാതെ ഓടിയിട്ടൊക്കെ അങ്ങനെ കുറെ കഥകളുണ്ട്. ഒരിക്കട്ടിയാണ് മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. പണ്ടൊക്കെ ഇന്നീ വളി ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു ഫുള്ള് വീഡിയോസ് എടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങളെ ഇന്ന വേണ്ട, ഇവളെ ഇടക്കിടക്ക് പരാതികളാണല്ലോ ഫുള്ള്. ഇല്ല കേട്ടോ, ഇവ വിളിച്ചാലും വരില്ല അല്ലെ? ഇതാ ഫുൾ ടൈം ഗെയിം, ഫോണ് ഇതന്നെയാണ്. പിന്നെ വീഡിയോസ് എടുക്കുമ്പോ ഒരു ടേക്ക് ഒന്നും പോരാ, ഒരു ലോഡ് ടേക്ക് എടുക്കും. എന്നിട്ട് ഞാന് ഒറ്റ ടൈക്കിൽ ഞാൻ ഓക്കെ ആക്കാറുണ്ട്. എന്നിട്ട് ഞാന് എന്താ വീഡിയോ നീ എടുത്തെല്ലാം പോവാണെങ്കിൽ എനിക്കൊന്ന് ഐസ്ക്രീം വേണ്ടേ, ഞാൻ എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചാൽ പറയും അത് ഞാൻ പിന്നെ മേടിച്ചു പേക്ക് പറയും. ഞാൻ എത്ര മേടിച്ചു നിൽക്കണടി. ഇവളുടെ മെയിൻ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഇവളുടെ കോസ്റ്റ്യൂംസ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ് പല റീൽസിനും. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ചിലക്ക് ടൈറ്റ് അല്ലേ, എനിക്ക് ടൈറ്റ് ആകുമ്പോൾ ഇടയ്ക്ക് ബട്ടൺസ് പൊട്ടും, സിബ് പൊട്ടും, അങ്ങനെയൊക്കെ. എന്നിട്ട് ഫുൾ പരാതിയാണ്. ഒരു പെരുന്നാൾക്ക് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു തന്നിട്ടുണ്ട്. പക്ഷെ അന്ന് കയ്യിൽ കാശ് വരുന്നേ ഉള്ളൂ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കയ്യിൽ കാശ് കിട്ടണതോ അങ്ങനെ എടുത്തു വെച്ചതൊന്നും. അപ്പോൾ ഇത് ഭയങ്കര ഒരു പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ എപ്പോഴും പിന്നെ ഇപ്പം അനിയന്മാരെ ഡ്രസ്സ് എടുക്കല്. അപ്പോൾ ഞങ്ങൾ എടുക്കണം എന്നുള്ളതിലായിരുന്നു. അപ്പോൾ തലേ ദിവസം പറഞ്ഞു എല്ലാവരോടും വരാൻ പറഞ്ഞു. ഞങ്ങൾ ആ ഊഞ്ഞാലേക്ക് ഓരോരുത്തരെ അങ്ങനെ വിളിച്ചു. അപ്പോൾ എന്തായെന്ന് അറിയില്ല, ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവർക്കും ഉള്ള കയ്യിൽ പിന്നെ സർപ്രൈസ് ആയിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം സങ്കടം, കാരണം പഠിക്കുന്ന കുട്ടിയല്ലേ, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അങ്ങനെ എടുത്തു വെച്ച കാശ് കൊണ്ടല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷമായി, സങ്കടമായി. അപ്പോൾ ഇതൊക്കെയാണ് ഷാമോൻ്റെ വിശേഷങ്ങൾ. ഇതാണ് എൻ്റെ കൊച്ചു ലോകം, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, എൻ്റെ വീട്, എൻ്റെ റീൽസ്, അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിൽ താങ്ക് യു സോ മച്ച് മനോരമ മാക്സ്. ഒരുപാട് ആളുകൾക്ക് ഇതൊരു പ്രചോദനമാവും, ഒരുപാട് പേര് വലിയ ഉയരങ്ങളിൽ എത്താൻ ഇത് സഹായിക്കും.